ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. കുറച്ച് വൈകി പോയിട്ടോ, ചില തിരക്കുകളിലൊക്കെ ആയിരുന്നു. വീട് കാസർഗോഡിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ഗുരുവായൂരിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് നല്ല ഒരു വാടക വീട് ഞങ്ങൾക്ക് ഒത്തു വന്നിരിക്കുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഞാൻ വൈകിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ പ്രമിളാമ്മയുടെ കഥയായിട്ടോ പറയാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രമിളാമ്മയുടെ അനുഭവം. ഒരുപാട് ദിവസമായി അമ്മ എനിക്കിത് അയച്ചു തന്നിട്ട്, പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ല. കുറച്ച് തിരക്കിലായിപ്പോയി. വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഒരുപാട് പണികളുണ്ടായിരുന്നു, ജോലികളുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് അതിനിടയിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്, പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട പ്രമിളാമ്മയോട്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. അവരുടെ അനുഭവം നമുക്ക് കേട്ടു നോക്കാം കേട്ടോ. പ്രസാദ കൗണ്ടറിൽ നിൽക്കേണ്ട എന്നെ വഴിപാട് കൗണ്ടറിൽ നിന്നും മാറ്റിയ ഒരു ചെറിയ സംഭവമാണ്. ഇക്കഴിഞ്ഞ തിരുവോണ ദിവസം ഉച്ചയൂണ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഗുരുവായൂരിലേക്ക് പോയത്. ഞാൻ, ഹസ്ബൻഡ്, മോൻ്റെ ഭാര്യ, മോള് എല്ലാവരും കൂടി. ഞാൻ ഭഗവാന് വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു. അന്ന് ഗുരുവായൂരിലെത്തുമ്പോഴേക്കും 9:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല തിരക്കുണ്ടായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് പടിഞ്ഞാറേ നടയിൽ റൂം കിട്ടി. റൂമിൽ എത്തിക്കിടന്നിട്ട് ആർക്കും ഉറക്കം വരുന്നില്ല. 2:30 മണിയായപ്പോൾ എണീറ്റ് കുളിച്ച് ഞാനും ഹസ്ബൻഡും ക്ഷേത്രത്തിലേക്ക് പോയി. ഞങ്ങൾ നടയിലേക്ക് എത്തുമ്പോഴേക്കും ക്യൂ. കയ്യിൽ ഉണ്ണിയപ്പം കരുതിയിരുന്നു. അത് കൊടുമരി ചുവട്ടിൽ സമർപ്പിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ തൊട്ട് ബേക്കിൽ നിന്നും ഒരു ഫാമിലി ഞങ്ങളോട് ചോദിച്ചു, കയ്യിൽ എന്താണ്? ഞാൻ പറഞ്ഞു, ഉണ്ണിയപ്പം. ഞാനിത് കൊടിമര ചുവട്ടിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ടുവന്നാലും ഭഗവാന് ഉള്ളിൽ സമർപ്പിക്കാമെന്ന്. അവർ സ്ഥിരം വരുന്ന ആൾക്കാരാണെന്നും പറഞ്ഞു. നല്ല സംസാരപ്രിയരായതുകൊണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല. 3 മണിക്ക് ക്യൂവിൽ നിന്ന് ഞങ്ങൾ ശ്രീലകത്തേക്ക് കടക്കുന്നത് 9:30 മണിക്ക്. അങ്ങനെ ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് ഉള്ളിൽ നിന്ന് വഴിപാട് ചീട്ടാക്കി പുറത്തേക്ക് കടന്നു. ഇപ്പോൾ പുറത്ത് വഴിപാട് കൗണ്ടർ ഉണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ചത് ഇതാണ് പ്രസാദ കൗണ്ടർ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് കുറേ ലൈനുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചേട്ടൻ ഡപ്പ വാങ്ങാൻ പോയിരുന്നു. ഒരു 10 മിനിറ്റ് ആയി കാണും. ഒരു മഞ്ഞ ചുരിദാറിട്ട ഒരു പെൺകുട്ടി എന്നോട് വന്ന് ചോദിച്ചു, വഴിപാട് ചീട്ടാക്കുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഉള്ളിലാണ് എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇനി ഉള്ളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ, ഞാൻ പോയി അന്വേഷിക്കാമെന്ന്. എന്നും പറഞ്ഞ് ആ കുട്ടി പോയി. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിലും പിന്നിലും ആൾക്കാരുണ്ട്. അവരാരും ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് പറഞ്ഞു, ഇത് വഴിപാട് കൗണ്ടറാണ്, പ്രസാദം കൗണ്ടർ അപ്പുറത്താണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അടുത്തുള്ളവരൊക്കെ പറയുന്നത്, ഇത് വഴിപാട് കൗണ്ടറാണ്, അപ്പുറത്താണ് പ്രസാദ കൗണ്ടർ. ഞാൻ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ, ഒന്നും തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ നടത്തം. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ത്രിമധുരത്തിൽ ഒരു അനുഭവം കേട്ടത്. ഒരു കുട്ടി ഉള്ളിൽ പ്രസാദത്തിന് കൈനീട്ടി കൊടുക്കാത്ത സങ്കടം വന്നപ്പോൾ ഒരു മഞ്ഞ ചുരിദാറിട്ട കുട്ടി പ്രസാദം വാങ്ങി അവർക്ക് കൊടുത്തു. മറഞ്ഞുപോയ ഒരു സംഭവം. ആ സംഭവം കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ടായിരുന്നു. അപ്പോഴാണ് ത്രിമധുരത്തിലെ ആ സംഭവം കണ്ടത്. ഇത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും മടുക്കില്ല. അമ്മയുടെ ഈ കൃഷ്ണാനുഭവം പങ്കുവച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്കും താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾ എഴുതിയത് ഫോട്ടോ എടുത്തിട്ടോ അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാണ് നൽകുന്നത്. നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ ഉള്ളിൽ ഭക്തി നിറയ്ക്കുക, അതൊരു വലിയ പുണ്യമായ കാര്യമാണ്. എനിക്കിത് പ്രമിളാമ്മ ഒരുപാട് ദിവസം മുന്നേ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിത് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില തിരക്കുകൾ പെട്ടുപോയി. അതിന് മുന്നേ കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലൊക്കെ ആയിപ്പോയി. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വലിയ സന്തോഷം വന്നു എന്നുള്ളത്. വൈശാഖ മാസം ആയപ്പോഴേക്കും ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടി. ഗുരുവായൂരിലേക്കാണ് ട്രാൻസ്ഫർ വന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഗുരുവായൂരിൽ വീട് നോക്കിയപ്പോൾ
നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ വീട് നോക്കുക എന്ന് പറയുമ്പോൾ, അതിനടുത്ത് അമ്പലത്തിൽ അടുത്തായിട്ട് വീട് നോക്കുക എന്ന് പറയുമ്പോൾ റെൻറ്റ് എന്തായാലും കൂടുതലായിരിക്കും. ഇനി വീട് കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്ലാറ്റുകളാണുള്ളത്. ഫ്ലാറ്റൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുപോകാനും ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു. നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെ വളരെ നിരാശയും വിഷമത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വീട് സെറ്റാവുകയാണ്. അവിടെ ആ ഒരു വീടിൻ്റെ വീഡിയോ ഹസ്ബൻഡ് എടുത്തിട്ട് എനിക്ക് അയച്ചു തരികയാണ്. അപ്പോൾ അവിടുത്തെ സ്വാമി റൂമിൽ ഒരു ഉണ്ണിക്കണ്ണൻ ഞങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇത് തന്നെയാണ് നിങ്ങളെ വീട്, ഇനി നിങ്ങളുടെ വീട് ഇതാണ് എന്ന്. ഭഗവാൻ ഞങ്ങൾക്ക് വേണ്ടി വീടെല്ലാം സെറ്റാക്കി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മാറ്റം കിട്ടേണ്ടതായിരുന്നു കേട്ടോ, പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് തട്ടി മാറ്റിപ്പോയി. അപ്പം ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം, പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം, ഗുരുവായൂർ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ ഓണറോട് അന്വേഷിച്ചപ്പോഴാണ് ഇതിലെ ആദ്യം താമസിച്ചിരുന്ന ആളുകൾ ഈ അടുത്തേ അവർ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. ഒരു പക്ഷേ അവർ മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ വെയിറ്റ് ചെയ്തതായിരിക്കാം ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഇങ്ങനെ തനിച്ച് നിൽക്കുന്നുണ്ട്, ആരും വിളക്ക് കത്തിക്കാനില്ലാതെ അടഞ്ഞ ഈ വീട്ടിൽ. അപ്പോൾ ഭഗവാൻ എന്നെ ഇവിടേക്ക് എത്തിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരുപാട് നന്ദി എല്ലാവർക്കും കഥ കേൾക്കാൻ ഇരുന്നതിന്. നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെ പങ്കുവയ്ക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. രാധേ രാധേ ശ്യാം.